വരുമാന സ്രോതസ്സിലൊന്നായ കയർ. ഈ കയറിലെ ഉപജീവനം കണ്ടെത്തുന്ന ഒരു ആളെ നമുക്ക് പരിചയപ്പെടാം. അവരുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കയറ് പിരിച്ച് സൊസൈറ്റിയിൽ കൊടുത്ത് അവിടെ നിന്നത് ചവിട്ടി അല്ലെങ്കിൽ തടുക്കാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളിന്ന് ഈ എപ്പിസോഡിലൂടെ കാണുന്നത്. ചേച്ചി, ഈ കയറ് പിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കാലമായിട്ട് ചേച്ചി തൊഴിൽ ചെയ്യുന്നുണ്ട്? 18 വർഷമായി. എങ്ങനെയാ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തൊഴിലാണോ? സൊസൈറ്റിയാ? സൊസൈറ്റിക്ക് ചേച്ചി പിരിച്ചു കൊടുക്കുവാണ്. അപ്പൊ സൊസൈറ്റിയാണോ ചകിരി കൊണ്ട് തരുന്നത്? എത്ര നേരം ഒരു ദിവസം എത്ര നേരം വർക്ക് ചെയ്യുന്നു ചേച്ചി? എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്? 9 മണി തൊട്ട് വൈകിട്ട് 5:30 വരെ ജോലി ചെയ്യും. ഒരു ദിവസം ഏതാണ്ട് ഒരു 200 രൂപ പണി ചെയ്യാം. വീട്ടിലെ ജോലികളുടെ ഇടയിൽ ചെയ്യുകയും ചെയ്യാം അല്ലേ? സ്വന്തം വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഹാപ്പിയാണോ ഈ തൊഴിലുകൊണ്ട്? അതൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദി. അമ്മമാരെ പിരിക്കുന്ന ഈ കയറിനെ തറിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും അത് തടുക്കാക്കി മാറ്റുന്ന ഒരു യൂണിറ്റിലേക്ക് നമുക്ക് ഒന്ന് പോവാം. ചകിരി എടുക്കുന്നുണ്ട്. അതെടുത്ത് ഓരോരുത്തർക്ക് കൊടുത്ത് തിരിപ്പിക്കുന്നു. ആ കയറ് തിരിച്ചെടുത്തേണ്ടി വരുന്നു. അത് വെച്ച് കടുക്കുണ്ടാക്കി ചവിട്ടി ഉണ്ടാക്കി കൊടുക്കുന്നു. സൊസൈറ്റി വഴിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിലിപ്പോൾ 5-8 തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികൾ ദിവസവേതനമാണോ അതോ അവർക്ക് ആഴ്ച വേതനമാണോ? ചെയ്യുന്ന പീസിനാണ്. ഇപ്പം എത്ര വർഷമായിട്ട് ചേട്ടൻ ഇത് ചെയ്യുന്നുണ്ട്? 12 വർഷത്തോളമായി. എങ്ങനെ ലാഭകരമാണോ? ഇപ്പോൾ ലാഭകരമല്ല, വളരെ മോശമായിട്ട് ഇപ്പോൾ ഇച്ചിരി പിടിച്ചൊക്കെ ഒന്ന് വരികയാണ്. മാർക്കറ്റ് ഇല്ലാത്തതാണോ? മാർക്കറ്റ് ഇല്ലാതെ, ഓർഡർ ഇല്ലാതെ പോയി. കൊറോണ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തൊക്കെ ശകലം. ഇത് എക്സ്പോർട്ടാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ നേരിട്ടല്ല. അല്ല, നമ്മളെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എക്സ്പോർട്ട് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. സർക്കാർ തലത്തിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും? തലത്തിൽ അങ്ങനെ വലിയ ആനുകൂല്യമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, കിട്ടുന്നില്ല. കയറിന്റെ മേഖല ആകെ തളർന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലും സർക്കാരിൻ്റെതായ സർക്കാരിൽ നിന്നുള്ള ഓർഡറാണ് ഞങ്ങൾ ചെയ്യുന്നത്, സൊസൈറ്റികൾക്ക് കിട്ടുന്നത്.
അതിൽ ഇപ്പോൾ പുറം മാർക്കറ്റിൽ കൊടുക്കുന്നത് കയർ ബോർഡിനാണോ നമ്മൾ കൊടുക്കുന്നത്? കയർ ബോർഡിനാണോ നമ്മൾ ചെയ്തുണ്ടാക്കുന്നത്? ഓക്കെ. അവരുടെ കയറും കിട്ടും ഞങ്ങൾ. ഇത് കയർ പിരിക്കുന്നത് സ്ത്രീകളാണോ? സ്ത്രീകളാണ്. അവർ വീട്ടിലിരുന്ന് പിരിച്ചു കൊണ്ടുവരികയാണ്. വീട്ടിലിരുന്ന് പിരിച്ചിട്ട് നമ്മൾ എടുപ്പിക്കുന്നത്. ഇപ്പോൾ പിരിച്ചെടുത്തുനിന്ന് എടുത്ത് വന്നാണ് ഈ കണ്ട വണ്ടി വന്നത്. ശരി ശരി. ആ പിരിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് തടുക്കാക്കുകയാണ്. ഇപ്പം ഇനിയിപ്പോൾ ഇത് കളറിങ്ങിനും ഇതൊക്കെ ഇന്ന് വേറെ നമ്മളല്ല, വേറെ ആളുകൾ കളറൊക്കെ ചെയ്യുക. അവർ ചെയ്യിക്കും. പാകം ചെയ്ത് കൊടുക്കുമായിരുന്നു നേരത്തെ. അങ്ങനെ ചവിട്ടി മാത്രമാണോ നമ്മൾ ഉണ്ടാക്കുന്നത്? കയറിന്റെ വേറെ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും ഇല്ല? ചവിട്ടി മാത്രം. ഹലോ. ഇങ്ങോട്ട് ഫോട്ടോ നോക്കി ചെയ്താൽ അത് എന്തോ സംഭവം? ഇത് ആദ്യം ഇത് വെച്ചിങ്ങനെ ഇത് കഴിഞ്ഞാൽ എണ്ണം ഇഴയുടെ എണ്ണ ഇത് കണ്ണിച്ചിട്ട് അവിടുന്ന് പാവ് കോർത്ത് എന്നാണ് പാവ് നിർമ്മ ഇതാണ്. അത് പാവ്. അത് കയർ കോർത്ത് ഒന്നാണ് ഇത് കറക്റ്റ് ചെയ്യുന്നത്. ഈ ഊടാണ് ഈ കയ്യിലിരിക്കുന്നത് അല്ലേ? അത് കുറുക്കോടം. ഇത് കുറുക്കോടം. കുറുക്കോടം. ഓടം. ഇത് നമ്മളടിച്ച് കറക്റ്റ് ചെയ്ത് ഈ പൊടിയിലിട്ട് കഴിക്കുമ്പോൾ ബ്രഷായി കുറുക്കാട് വശം. ഈ ഓടത്തിനിടയിലൂടെ കത്തി പോയിട്ട് കടിച്ചു കളയും. ഞാൻ കൊച്ചിലമ്മൽ എന്ന് വെച്ചാൽ നമ്മൾ വിലയെടുക്കാൻ ഒരു 14 വയസ്സ് 15 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ തുടങ്ങിയതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞാൽ ഇവിടെ പണിക്ക് വരാൻ തുടങ്ങിയത്. വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ തൊഴിൽ മേഖല? നല്ലതാണോ? അതുകൊണ്ടൊരു കുടുംബം നടത്തി പോകാൻ സാധിക്കുന്നുണ്ടോ? അത് കുഴപ്പമില്ല. നമ്മളിപ്പോൾ വിലയെടുക്കുന്ന അനുസരിച്ചാണ് അത് കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ ചെറിയ കുറച്ച് ചെയ്യുന്നുണ്ട്, കൂടുതൽ ചെയ്യുന്നുണ്ട്, ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് പോകും. എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ജോലികൾ? എന്തൊക്കെയാണ്? ഞങ്ങൾ വാവ് ചുറ്റുന്നു, പിന്നെ അത് കോർത്ത് പിടിപ്പിച്ച് അത് നെയ്യുന്നു, തടുക്കാക്കി അങ്ങ് കൊടുക്കുന്നു. അതിൻ്റെ കൂലി നമ്മൾ സ്ക്വയർ ഫീറ്റിന് കൂലി തരും. അതുകൊണ്ട് സുഖമാണ്, ഹാപ്പിയാണ്. ഹാപ്പിയാണ്, കുഴപ്പമില്ല. നന്ദി, വളരെ നന്ദി. ശരി.